ഇതെന്താ പൂക്കൂടയിലിരുന്ന പാമ്പും പ്രാർത്ഥിക്കുകയാണോ? അതോ പാമ്പില്ലേ? മോളെ, അയ്യോ മോളെ, അയ്യോ പാമ്പ്. മോളെ, മോളെ എന്നെ പാമ്പ് കടിച്ചു. ഈ പൂക്കൂടയിൽ പാമ്പുണ്ടായിരുന്നു. ആ പാമ്പ് എന്നെ കടിച്ചു. അയ്യോ അമ്മേ, അമ്മേ, എന്റെ കൃഷ്ണ. അമ്മേ, അയ്യോ ചേട്ടാ, അയ്യോ കൃഷ്ണ. അങ്ങനെ കൃത്യമായി ആ പ്ലാൻ വർക്കൗട്ടായി. ഇവരുടെ പണി തീർന്നു. അമ്മ നടക്ക്. ചേട്ടാ, ജഗദീഷേ, ആരുമില്ലേ ഇവിടെ? ജഗദീഷേ, ഒന്ന് വേഗം വാ. അയ്യോ അയ്യോ അമ്മ, അമ്മ, ഈശ്വര, അമ്മ, ജഗദീഷേ, ചേട്ടാ. എന്താ എന്താ പ്രശ്നം? എന്തു പറ്റി? എന്താ ദൈവം സംഭവിച്ചത്? അയ്യോ അമ്മ, പാമ്പ് കടിച്ചു. അമ്മ എന്താ പറ്റിയേ? എന്താ ഉണ്ടായേ? എന്താ ഉണ്ടായേ? അമ്മേ, ഈശ്വര, അമ്മേ. ചേട്ടാ മാറ്. അമ്മേ, അമ്മേ, ഒന്നുമില്ല. അമ്മേ, 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 മോളെ, അമ്മേ. ഏയ് വലിയ ദേ പാമ്പ്. വാ. അയ്യോ, മുത്തശ്ശി, എന്തു പറ്റി? മുത്തശ്ശി, എന്താ? അമ്മ പാമ്പ് കടിച്ചു. അയ്യോ മുത്തശ്ശി, അമ്മ, എന്താ പറ്റിയേ? മുത്തശ്ശി, മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, കണ്ണു തുറക്കും മുത്തശ്ശി. അയ്യോ അമ്മേ, വലിയ മാമ, എന്താ ചെയ്യാ? നീ കാർ എടുക്ക, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അമ്മ, അമ്മ, മുത്തശ്ശി. എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല അമ്മേ. എന്താ എന്താ രാജലക്ഷ്മി? അമ്മ പാമ്പ് കടിച്ച. അയ്യോ, പാമ്പോ? വലിയ മാവ, ഞാൻ കാർ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വേഗം എന്ന് പിടിക്കും മുത്തശ്ശി. മോനെ കാർത്തി, വേണ്ട. തൊട്ടടുത്തല്ലേ മാരാര് വൈദ്യരെ താമസിക്കുന്നേ. നീ പോയി അയാളെ വിളിച്ചാ മതി. മാരാരെ വിളിച്ചോണ്ട് വാ. ശരി മുത്തശ്ശ. ആ ചെല്ലേ. അമ്മ, 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 കണ്ണുറക്ക്. അമ്മ, ഏത് വൈദ്യര് വന്നിട്ടും ഇനി ഒരു കാര്യമില്ല. ഇത് ഫിനിഷ്. ആ മൈഥിലി, എന്തായി? സംഗതി സക്സസ് ആയോ? സംഗതി സക്സസ്. പാമ്പ് കുത്തിയോ? കുത്തി. കക്ഷി തളർന്നു വീണു. തട്ടിപ്പോവും. വെരി ഗുഡ്. ഈ അവസരം മുതലാക്കി ആ വാൾ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്നാ പിന്നെ വേഗം അവിടെ നിന്ന് മുങ്ങാം. ഓക്കേടാ, ഞാൻ ഫോൺ വെക്കുക. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. ഇത് കടിച്ച ഭാഗത്തിന് ചുറ്റുമായി ഇടയ്ക്കിടയ്ക്ക് പുരട്ടി കൊടുക്കണം. കൈക്ക് നീരൊന്നുമില്ല. പ്രാഥമിക ചികിത്സ ചെയ്തത് ആരാണ്? നന്ദിനിയെടുത്തിയാ കടിച്ച ഭാഗത്തെ രക്തം മുഴുവൻ വലിച്ചുറ്റി കളഞ്ഞത്. വെരി ഗുഡ്.
പതറാതെ നിന്ന് ആ കാര്യം ചെയ്തത് നന്നായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇതാ അമ്മയ്ക്ക് ഈ ഗുളിക കൂടി കൊടുക്കണം. വിളിച്ചുണർത്തിക്കൊള്ളൂ, ഇനി ഉണരും. അമ്മ, മുത്തശ്ശി മുത്തശ്ശി അമ്മേ കണ്ണുറക്ക്. അമ്മേ കരയുകയൊന്നും ചെയ്യരുത് കുട്ടി. പേഷ്യന്റിന് പ്രഷർ കൂടും. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രഷർ കൂടുന്നത് അത്ര നല്ലതല്ല. പേഷ്യന്റിന് ആശ്വാസം കൊടുക്കുക, ഒരു കുഴപ്പവും ഇല്ല എന്ന മട്ടിൽ അവരോട് പെരുമാറണം. അമ്മേ, അമ്മേ മുത്തശ്ശി അമ്മ എഴുന്നേറ്റ്. മുത്തശ്ശി മുത്തശ്ശി എഴുന്നേക്ക്. അമ്മേ, മുത്തശ്ശി അമ്മേ മുത്തശ്ശി. ശോ, ഈ വൈദ്യരുടെ വർത്താനമൊക്കെ കേട്ടിട്ട് ഇവർ ഉണരുന്ന ലക്ഷണം ഉണ്ടല്ലോ. അമ്മേ, അമ്മേ അമ്മേ ഒന്ന് കണ്ണു തുറക്കമ്മേ. അമ്മേ ദേ മുത്തശ്ശി കണ്ണു തുറന്നു. അമ്മേ, ആ അമ്മേ, ദേ ഈ ഗുളിക കഴിക്ക. കഴിക്ക മോനെ, വെള്ളം. ദാ അമ്മേ. ഛെ, ഈ പണിയും പാളിയോ. ഇവിടെ ആർക്കിട്ട് എന്ത് പണി കൊടുത്താലും അതൊന്നും ഏൽക്കുന്നില്ലല്ലോ. തറവാടിന്റെ ഐശ്വര്യ ആ ഉടവാള്. അതിരിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ. ഇനി പേടിക്കണ്ട, പ്രാഥമിക ചികിത്സ ഫലം ചെയ്തു. അതാ ഒരു പ്രശ്നവുമില്ലാതെ വന്നത്. ഞാൻ ചില മരുന്നുകൾ കൂടെ തരാം, അത് യഥാസമയം കൊടുക്കണം. ആരാ പേഷ്യന്റിന് മരുന്നുകൾ നൽകുന്നത്? ഞാനാണ്. ആ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പൂർണ്ണമായും മാറണമെങ്കിൽ പേഷ്യന്റിനെ 24 മണിക്കൂർ ഉറക്കരുത്. രാജലക്ഷ്മി അമ്മ ഉറങ്ങാതെ നോക്കേണ്ടത് ഈ കുടുംബത്തിലെ എല്ലാവരുടെയും ചുമതലയാണ്. അപ്പോ ഞാൻ ഇറങ്ങുക. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു വൈദ്യരെ. താങ്ക് യു വൈദ്യരെ. ആ കാർത്തി, ഒന്നും പേടിക്കണ്ടടൂ. കാവൽ മാലാഖയെ പോലൊരു മകളുണ്ട് സദാസമയം തൻ്റെ കൂടെ. കാവലിന് ദേവതയുള്ളപ്പോ താനത്തിന് പേടിക്കണം. ഇപ്പോഴും അമ്മയുടെ ജീവൻ രക്ഷിച്ചത് നന്ദിനിയടുത്ത് തന്നെയാ. സാക്ഷാൽ നന്ദിനി ദേവി. മോളെ മോളെ. അമ്മേ, ദേവി, ചേട്ടാ, എന്റെ അമ്മയെ രക്ഷിച്ചതിന് 1000 നന്ദി. എന്നെ അന്യാക്കല്ലേ ചേട്ടാ. പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഈ ഇരിക്കുന്ന എന്റെ അമ്മ തന്നെയാ. സോറി. അമ്മേ, ദൈവമേ, ദൈവമേ, ഒറ്റ ഒരാളാ മുത്തശ്ശിയുടെ ജീവൻ രക്ഷിച്ചേ. പതിവില്ലാതെ നീ ചെടി നനയ്ക്കാൻ ചെന്നപ്പോഴേ എന്തോ അപകടം ഞാൻ പ്രതീക്ഷിച്ചതാ. ഞാൻ നിനക്ക് നേരെ ആരോപിക്കുന്ന കുറ്റത്തിന്റെയൊക്കെ തെളിവുകൾ ഞാൻ തന്നെ കണ്ടെത്തും. നീ കരുതിയിരിക്കുന്ന നല്ലതാ.
ദേവമ്മ കണ്ട പൂക്കാരന്റെ രൂപം ദേവമ്മ പറഞ്ഞുതരും. അതുപോലെ തന്നെ വരയ്ക്കണം. അതുപോലെ തന്നെ വരയ്ക്കുന്നത്. ആ, അയാള് അന്യസംസ്ഥാനക്കാരൻ തന്നെ ആയിരുന്നു ദേവമ്മേ, ആ പൂ കൊണ്ടുവന്നവൻ. അതെ, ഒരു സംശയവും വേണ്ട. അത് മലയാളിയല്ല. അയാളുടെ സംസാരം കേട്ടാൽ അറിയാം. ഇക്കാര്യത്തിൽ മറ്റൊരു സംശയം വേണ്ട. ശത്രുക്കളാരോ പാമ്പിനെ വച്ച് പക തീർക്കാൻ നോക്കിയതാ. പാമ്പ് വന്നത് ആ പൂക്കൂട്ടയിൽ നിന്ന് തന്നെയാ. എന്തായാലും ശത്രുവിന്റെ ലക്ഷ്യം ഇവിടെ നിറവേറ്റാനായില്ല. ഓ, ദൈവം കാത്തു. എന്തായാലും ഇനി ഞാൻ അവനെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞു. ദേവമേ, ആ പൂക്കൊട്ടയുമായിട്ട് വന്നവന്റെ രൂപം ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് ദേവമ്മ നോക്കി. ഞാൻ പറഞ്ഞ ആളിന്റെ രൂപം അതേപോലെ മീനാക്ഷി വരച്ചല്ലോ. മിടുക്കി മോനെ, ഇതുപോലെ തന്നെയായിരുന്നു അയാൾ ഇരുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ഗുഡ് ജോബ് മീനാക്ഷി. താങ്ക് യു. തീർച്ചയായും ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്രിമിനലുകളുടെ ലിസ്റ്റിൽ ഇവനുണ്ടാവും. ഇവന്റെ ബയോഡേറ്റയും കിട്ടും. ഇവനെ ഇന്ന് തന്നെ ഞാൻ പൊക്കും. എന്തായാലും ഈ അന്യസംസ്ഥാനക്കാരന് ചെമ്പകമംഗലത്തോടോ മുത്തശ്ശിയോടോ പകയും വൈരാഗ്യവും ഒന്നുമില്ല. ഏട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇവനെ ആരോ അയച്ചതായിരിക്കും. അതിനെന്താ സംശയം? പക്ഷേ അത് ആരാണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഇവനെ, ഈ പൂക്കൾ കൊണ്ടുവന്നവനെ കണ്ടെത്തണം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇതിന്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് ഏട്ടന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. പക്ഷേ അതിനുള്ള തെളിവുകൾ കൂടി കണ്ടെത്തണം. അത് ഞാൻ കണ്ടെത്തും. ശരി. കാർത്തിക്, എന്താ? രാവിലെ വന്ന പൂക്കച്ചവടക്കാരനെ കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? അവന്റെ ബൈക്കില് ഒരു ഹിന്ദി ഫിലിം സ്റ്റാറിന്റെ പടം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അയാള് ഹിന്ദി കലർന്ന ഒരു ലാംഗ്വേജിലാണ് സംസാരിച്ചത്. ആളിന്റെ പടം കണ്ടാ മനസ്സിലാവോ? മനസ്സിലാവും, കാണട്ടെ. കറക്റ്റാ, 75% കറക്റ്റാ. മീനാക്ഷി ഇത്ര നന്നായിട്ട് ചിത്രം വരയ്ക്കൂ? മോശം പിടിച്ചവള്. ഇവള് വരച്ചിരിക്കുന്ന പടം കൃത്യമാ. ഇതില് പെടുവോ ദൈവമേ? ഈ പൂക്കച്ചവടക്കാരൻ ഇവിടെ വന്നപ്പോ കൃത്യമായി അയാളെ മൈഥിലി എങ്ങനെ കണ്ടു? അത് ഞാൻ ആ സമയത്തെ ചെടി നനയ്ക്കുമായിരുന്നു. മൈഥിലി ചെടികൾ നനയ്ക്കോ? അങ്ങനൊരു പതിവൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. എന്റെ ഭാര്യയായി ഇവിടെ ജീവിച്ചപ്പോഴും മൈഥിലി അങ്ങനെയൊന്നും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇന്നെനിക്ക് ചെടികൾ നനയ്ക്കണമെന്ന് തോന്നി. ഞങ്ങൾ പോലീസുകാര് കുറ്റവാളികളുടെ കണ്ണിൽ കൂടി നോക്കിയ കുറ്റം തെളിയിക്കുന്നത്. അത് ചിലരൊക്കെ മനസ്സിലാക്കിയ കൊള്ളാം. എന്താ കാർത്തി ഇങ്ങനെ? എങ്ങനെ? പോലീസുകാര് അങ്ങനെയാ. ഇവൾ ഈ വീട്ടിലെ തിരിച്ചെത്തിയതിന് ശേഷം ഈ കുടുംബത്തില് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഇവളെ സൂക്ഷിച്ചേ പറ്റൂ. ഇവിടെ
ഇവിടുത്തെ എല്ലാവരും പല കാര്യങ്ങളിലും എന്നെ സംശയിക്കുക. കാർത്തി എന്നെ സംശയിക്കുവാണോ? കുറ്റം തെളിയിക്കുന്നത് വരെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ഡയറി ഒരു പോലീസുകാരനും മറ്റുള്ളവരുടെ മുന്നിൽ വായിക്കാറില്ല. എന്താടി ഏട്ടൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ കൈകളിലേക്ക് ഒരു വിലങ്ങ് വന്ന് വീഴാൻ അധിക സമയമില്ലാന്ന്. അധിക കാലം നീ ഇവിടെ വാഴില്ലാന്ന് മനസ്സിലായോടി? നല്ല അമ്പലമല്ലേ? അമ്പലവും ദേവിയും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ജീവനക്കാരെല്ലാം വെറും പിരിവുകാരാ. അവനെയൊക്കെ നമ്മളെന്തിനാ നോക്കുന്നേ? നമ്മള് തൊഴാൻ പോയത് ദേവിയല്ലേ? പറ്റിക്കാൻ നോക്കുന്നവരെ എനിക്കിഷ്ടമല്ല. എന്നെ പറ്റിക്കാൻ പ്ലാൻ ഇടുന്നവരെ ഞാൻ തലേ ദിവസമേ പറ്റിക്കും. നീ ഇത്തിക്കര പക്കിക്ക് കഞ്ഞി വെച്ചവളാണെന്ന് എനിക്കറിയാം. സത്യം എന്തായാലും നീ പറയില്ല, എങ്കിലും ചോദിച്ചേക്കാം. അല്ല മൈഥിലി, എന്റെ സംശയം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ, ആ പൂക്കുട്ടയിലെ എങ്ങനെ പാമ്പ് വന്നു? ആ അതാ ഞാനും ആലോചിക്കുന്നത്. പൂക്കുട്ടയിൽ എങ്ങനെ പാമ്പ് വന്നു? ചിലപ്പോ പാമ്പ് പൂന്തേൻ കുടിക്കാൻ കയറിയതായിരിക്കും. പിന്നെ പാമ്പ് കരിവണ്ടല്ലേ തേൻ കുടിച്ച് നടക്കാൻ. എന്തായാലും ആരുടെയെങ്കിലും അറിവോടല്ലാതെ പാമ്പ് ചെമ്പകമംഗലത്ത് വരില്ല. പാമ്പിനെ ആരെങ്കിലും ഫോൺ ചെയ്ത് വരുത്തിയതായിരിക്കും. കളിയാക്കല്ലേ. ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. എനിക്കും അരിയാഹാരം ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ചിലപ്പോഴൊക്കെ കഴിച്ചു പോകുന്നതേ ഒട്ടും ഗദ്യന്തരമില്ലാത്തോണ്ടാ. അപ്പൊ പാമ്പ് ചെമ്പകമംഗലത്ത് എത്തിയത് എവിടെ നിന്നാണെന്ന് നിനക്കറിയില്ല? എനിക്കറിയില്ല. വെളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട മാലതി പണിക്കരെ. നിന്നെ നിന്റെ കുടുംബത്തെയും വിറ്റ കാശ് എൻ്റെ കയ്യിലുണ്ട്. വന്ന് ചെമ്പകമംഗലത്ത് ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ എനിക്ക് പേടിയാ. ഉറങ്ങിക്കിടക്കുമ്പോ പാമ്പോ തേളോ കേറി വന്ന് എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് പേടി. ഹേയ്, ചെമ്പകമംഗലത്തെ അമ്മായിയോ മക്കളെയോ ആരും ഉപദ്രവിക്കില്ല. കാരണം നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണെന്ന് നാട്ടുകാർക്കറിയാം. വൈശാഖല്ലേ ആ നിൽക്കുന്നത്. അവൻ എന്നെ കാത്തു നിൽക്കുക.